ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. എയർപോർട്ടിലെ ഇന്റർനാഷണൽ അവെയർ ഗേറ്റിന് പുറത്ത് അനൗൺസ്മെന്റുകളുടെ ശബ്ദവും ആളുകളുടെ തിരക്കും ട്രോളികളുടെ കിലുക്കവും കേൾക്കുന്നുണ്ട്. ജോ കൈകൾ കെട്ടി അവിടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് വാച്ചിലേക്കും നോക്കുന്നുണ്ട്. കൂടാതെ ആ ഗ്ലാസ് ഡോറിലേക്ക് അവൻ്റെ കണ്ണുകൾ പായുന്നുണ്ട്. അവൻ്റെ നെഞ്ചിടിപ്പ് സാധാരണയേക്കാൾ വേഗത്തിലാണ്. ഗ്ലാസ് ഡോറ് ഓരോ തവണ തുറക്കുമ്പോഴും അവൻ പ്രതീക്ഷയോടെ നോക്കും. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. അതിനിടയിലാണ് അവളെ കാണാനുള്ള കൊതി കൊണ്ട് ഓടി വന്നത്. ആമി വന്നോളാം എന്ന് പറഞ്ഞതാണ്. അവൻ കാറിലാണ് വന്നത്. കൂടെ ഒരു ടാക്സിയും വിളിച്ചിട്ടുണ്ട്. ടാക്സി ജസ്റ്റിനെയും സോഫിയയും കയറ്റി വിടാനാണ്. അവൻ്റെ കാറിൽ ചമേലിയെ തനിയെ കൊണ്ടുപോകണം. അതാണ് ചെക്കൻ്റെ ഉദ്ദേശം. ഒടുവിൽ ഒരു കൂട്ടം യാത്രക്കാർക്കിടയിലൂടെ ട്രോളിയും തള്ളി അവൾ പുറത്തേക്ക് വന്നു. പിന്നാലെ അവരുമുണ്ട്. നീണ്ട യാത്രയുടെ നേരിയ തളർച്ചയുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ആ തിരക്കിൽ ഒരാളെ മാത്രം തിരയുകയായിരുന്നു. പെട്ടെന്നാണ് രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിയത്. ചുറ്റുമുള്ള ബഹളങ്ങളും ആളുകളുമൊക്കെ പെട്ടെന്ന് നിശ്ചലമായതുപോലെ. അവളുടെ ചുണ്ടിൽ ഒരു വലിയ ചിരി വിരിഞ്ഞു. കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറനണിഞ്ഞു. അത് പതിവാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് കരയും. കണ്ണുനീരിന് യാതൊരു പഞ്ഞവുമില്ല. മരണവീടുകളിൽ പോകുവാൻ പോലും സത്യത്തിൽ അവൾക്ക് ഭയമായിരുന്നു. കാരണം മരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ പോലും കരയാതിരിക്കുമ്പോൾ ഇവൾ ചെന്ന് നിന്ന് കരയും. അവൾ മരിച്ചയാളുടെ അടുത്ത ആരോ ആണെന്ന് വിചാരിച്ച് സഹതാപത്തോടെ ആളുകൾ അവളെ നോക്കും. ആ സംഭവം ഒന്ന് മാറ്റണമെന്ന് അവൾ കണ്ണനോട് നിത്യവും അപേക്ഷിക്കാറുണ്ട്. പക്ഷേ പല കാര്യങ്ങളും സാധിച്ചു കൊടുത്തെങ്കിലും അതുമാത്രം സാധിക്കുന്നില്ല. അവൾ വേഗത്തിൽ നടന്ന് അവൻ്റെ അരികിലേക്കെത്തി. കൂടെ മറ്റ് രണ്ടുപേരുണ്ട്. എന്നാലും അവൾ മറന്നുപോയി. എന്നിട്ട് ഒരു മടിയും കൂടാതെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. മറ്റെല്ലാം അവൾ മറന്നുപോയിരുന്നു. അവളുടെ തല അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് അവൾ തിരിച്ചറിയുന്നുണ്ടെന്ന് അവന് തോന്നി. അവളുടെ വസ്ത്രത്തിൽ നിന്ന് വിദേശത്തെ ആ തണുപ്പും പുതിയൊരു സുഗന്ധവും അവന് ഫീൽ ചെയ്തു. ചെറിയൊരു മൗനത്തിന് ശേഷം അവർ പരസ്പരം നോക്കി. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു ചുമ കേട്ടത്. അതെ, പിന്നെ ഇതൊരു പബ്ലിക് സ്ഥലമാണ്, സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും സമയം നിങ്ങൾക്ക് ആ വിചാരമുണ്ടായിരുന്നോ? പെട്ടെന്ന് സ്ഥലം വിട്ടോ? നാളെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണം. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ട്, ജോ പറഞ്ഞു. പെട്ടെന്ന് ടാക്സിക്കാരൻ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവർ വേഗം ലഗേജ് എടുത്തു വെച്ചു. എന്നിട്ട് അവരോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. ചമേലി ആകെ ചമ്മി നിൽക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് അവളുടെ ചെവിയിലേക്ക് മുഖം ചേർത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ദിവസം എനിക്ക് എത്രയോ വർഷം പോലെയാണ് തോന്നുന്നത്. ശ്വാസമെടുക്കാൻ പോലും ഞാൻ മറന്നതുപോലെ. ഇപ്പോഴാ എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അവൻ അവളുടെ കൈകളിൽ നിന്ന് ലഗേജ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ജോ അവളെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ലഗേജ് ഡിക്കിയിൽ വെച്ചു. പിന്നെ ഡോർ ഓപ്പൺ ചെയ്ത് പിടിച്ചു. അവൾ കാറിൽ കയറിയിരുന്നു. പിന്നെ ബാക്ക് സീറ്റിൽ വെച്ചിരുന്ന ഒരു കവർ എടുത്തുകൊണ്ടുവന്ന് അത് സ്വർണ്ണ നിറത്തിലുള്ള ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങി. എന്താ ഇത്? അത് തുറന്നു നോക്കിയാൽ മനസ്സിലാവൂലേ? എന്നാലും പറയില്ലേ? അവൾ ചോദിച്ചു. അപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയുമോ അതിനുള്ളിൽ എന്താണെന്ന്? അതിന് സർപ്രൈസ് എന്ന് പറയാൻ പറ്റുമോടോ? കാറ് നഗരത്തിലെ തിരക്കുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ജനാലയിലൂടെ പുറത്തെ പരിചിതമായ കാഴ്ചകളും ചൂടുമൊക്കെ അവൾ ആസ്വദിക്കുന്നുണ്ട്. അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് അവളെ നോക്കി പുഞ്ചിരിക്കുന്നുമുണ്ട്. നീണ്ട വിമാനയാത്രയുടെ തളർച്ച അവളുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
അവൻ ഇടയ്ക്ക് അവളുടെ കൈകൾ കോർത്തു പിടിക്കുന്നുണ്ട്. അവന്റെ കൈകളിലെ ചൂട് കിട്ടിയപ്പോൾ അവൾക്ക് ഒരു ആശ്വാസം തോന്നി. FM റേഡിയോയിലൂടെ ഒരു പ്രണയഗാനം ഒഴുകി വരുന്നുണ്ട്. വാക്കുകളില്ലാതെ പ്രണയം നിറഞ്ഞ ശ്വാസം മാത്രമുള്ള മനോഹരമായ ഒരു മൗനത്തിന്റെ നിമിഷം. അവൾ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. ഞാനില്ലാതെ 5 ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിവ് കിട്ടി. നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നും തീരുമാനിച്ചു. അവൾ സന്തോഷം മറച്ചുവെക്കാൻ പാടുപെട്ടുകൊണ്ട് പുറത്തേക്ക് മുഖം തിരിച്ചു. ഞാനും നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമായിരുന്നു. നിനക്ക് വേണ്ടിയും ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ തൻ്റെ ഷോൾഡർ ബാഗിൽ നിന്ന് ഒരു കവർ പുറത്തേക്കെടുത്തു. കാർ ഒന്ന് ഒതുക്കാമോ? കുറച്ചുകൂടി മുന്നോട്ട് പോയതിനു ശേഷം ഒരു സ്ഥലത്തെത്തി അവൻ വണ്ടി പാർക്ക് ചെയ്തു. ചമേലി ആ കവർ അവൻ്റെ കയ്യിൽ കൊടുത്തു. വളരെ മനോഹരമായ ഒരു കവറായിരുന്നു അത്. അതിനുള്ളിൽ മറ്റൊരു ബോക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സമയം ആ ബോക്സ് തുറന്നു. ഗിഫ്റ്റ് കണ്ട് രണ്ടുപേരും ശരിക്കും ഞെട്ടുകയാണ്. കാരണം രണ്ടും പെർഫ്യൂമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ജോ അതിശയത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ കുറെ ആലോചിച്ചു എന്തു വാങ്ങണമെന്ന്. ഒടുവിൽ ഇതാണ് വാങ്ങാൻ തോന്നിയത്. ഞാൻ വിചാരിച്ചു എവിടെ പോയാലും നിന്റെ കൂടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന അതേ പെർഫ്യൂം നിനക്ക് വാങ്ങിയത്. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവൾക്കും, അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവനും മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. പോകുന്ന വഴിക്കാണ് ആ തട്ടുകട കണ്ടത്. അവൾ പെട്ടെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചമർത്തി. തിരക്ക് കാരണം അവന് അവിടെ നിർത്താൻ കഴിഞ്ഞില്ല. എങ്കിലും കുറച്ച് മുൻപോട്ട് പോയിട്ട് U-ടേൺ എടുത്ത് അവൻ തിരിച്ചു വന്നു. അപ്പോഴേക്കും അവിടെ പാർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടി. നിനക്ക് ഈ തട്ടുകടയിലെ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? പാവങ്ങളും ജീവിക്കട്ടെ ജോ. അവിടെയുണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ അവർ ഇരുന്നു. ചേട്ടാ, 2 ചായ. കഴിക്കാൻ എന്താ ഉള്ളത്? ദോശയും പൊറോട്ടയുണ്ട്. എന്നാലേ 2 ദോശ വീതം എടുത്തോളൂ. അദ്ദേഹം പെട്ടെന്ന് തന്നെ 2 പ്ലേറ്റിൽ ദോശയുമായി വന്നു. കൂടെ സാമ്പാറും ചമ്മന്തിയും മുളക് ചട്നിയും ഉണ്ടായിരുന്നു. ആവി പറക്കുന്ന 2 ഗ്ലാസ് ചായയും അതിൻ്റെ കൂടെ വെച്ചു. അവൾ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ജോയ്ക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടയിൽ നിന്ന് കഴിക്കുന്നത്. കുറെ മനുഷ്യരെല്ലാം ചുറ്റിലും കൂടിയിരിക്കുന്നു. പക്ഷേ അവൾ എന്തു വിചാരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൻ കഴിച്ചു തുടങ്ങി. അടുത്തിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് കൈ കഴുകുന്നത് എന്നൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു ദോശയുടെ പാതി മാത്രമേ കഴിച്ചുള്ളൂ. അവൾക്ക് അവൻ്റെ അവസ്ഥ മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴാണ് 3-4 ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് വന്നത്. അവർ ചമേലിയെ കണ്ടപ്പോൾ എന്തൊക്കെയോ കമൻ്റ് അടിക്കാൻ തുടങ്ങി. ജോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവരിരുന്ന ടേബിളിൽ തന്നെ ചെറുപ്പക്കാരും ഇരിക്കാൻ വന്നു. ചമേലയുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേർ വന്നിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഇതെന്താ, കഴിച്ചിട്ട് പോ. ഓഹ്, ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ? ഇത് വലിയ 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. സ്ഥലമുള്ള പോലെ ആളുകൾ ഇരിക്കും. അവൾ അത് കേട്ടതായി പോലും ഭാവിക്കാതെ മുന്നോട്ടേക്ക് നടന്നു. ജോ അവളുടെ കൂടെ ചെന്നു. മച്ചാനെ, മഴയത്ത് ചുറ്റിക്കളിക്കിറങ്ങിയതാണെന്ന് തോന്നുന്നു, കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു. ഗൂഗിൾ പേ ഉണ്ടോ ചേട്ടാ? ജോ ചോദിച്ചു. അയ്യോ, ഉണ്ടായിരുന്നു മോനെ. അതെന്തോ കേടായിപ്പോയി. എത്ര രൂപയായി? 80. എന്താണ് മച്ചാനെ, കാശില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. പത്രാസ് കണ്ട ഏതോ വലിയ കുടുംബത്തിലെ ആളാണെന്ന് തോന്നും. ഒന്നില്ലാതെയാണ് കറങ്ങാൻ ഇറങ്ങിയേ. ജോയുടെ നിയന്ത്രണം പോയി തുടങ്ങി. എന്നിട്ടും അവൻ മൗനം പാലിച്ചു. കാരണം ഒരു പെണ്ണ് കൂടെയുണ്ട്. ജോ പേഴ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കാറില്ല. എന്താ ചെയ്യുക ദൈവമേ? ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പെട്ടെന്നാണ് ചെറുപ്പക്കാരിൽ ഒരാൾ ചമേലിയുടെ അരികിലേക്ക് ചെന്നത്. എന്താണ്?
ദിവസക്കൂലിയാണോ?